കുറച്ച് ചീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് പാവപ്പെട്ടവരുടെ പിസ്സ ഉണ്ടാക്കിയാലോ? അതിനു മുന്നേ ഒരു സാൻഡ്വിച്ച് ഇവിടെ ഉണ്ടാക്കാം, വെജിറ്റബിൾ സാൻഡ്വിച്ച്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, തക്കാളി, സവാള, ക്യാപ്സിക്കം, ക്യാബേജ് ഇവ കട്ട് ചെയ്തിട്ട് കുറച്ച് സ്പൈസി മയണൈസും കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ഇത് വെച്ച് കോണോട് കോൺ കട്ട് ചെയ്തെടുത്താൽ സാൻഡ്വിച്ച് റെഡി. അടുത്ത പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ചെറിയൊരു പീസ് ചിക്കൻ എടുത്തു, അതിനെ ചെറുതായി കട്ട് ചെയ്ത് മസാല തേച്ച് ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ വെജിറ്റബിൾസ് ക്യാപ്സിക്കം, സവാള, തക്കാളി എന്നിവ ക്യൂബായിട്ട് കട്ട് ചെയ്ത് 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയിൽ പാലൊഴിച്ച് അതിൽ പെപ്പർ പൗഡറും ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 സ്ലൈസ് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തിട്ട് നല്ലപോലെ മാവ് പരുവത്തിൽ കുഴച്ചെടുത്തു. അതിനെ പാനിൽ വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കെച്ചപ്പ് തേക്കുക. മറ്റേ സൈഡ് വേവുന്ന സമയത്തിന് തന്നെ ഈ സൈഡ് തീർക്കണം. അതിനുവേണ്ടി മൊസറല്ല ചീസ് കുറച്ച് മുകളിലിട്ടു. പിന്നെ കുറച്ച് സവാള, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, തക്കാളി, ചിക്കൻ ഇതൊക്കെ ഇട്ട് ലാസ്റ്റ് ചീസ് കൂടെ ഇട്ടിട്ട് പുറത്തൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ട്രൈ ചെയ്യാം. ഫസ്റ്റ് സാൻഡ്വിച്ച് ആണ്. സാൻഡ്വിച്ച് എന്ന് വെച്ചാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് സാൻഡ്വിച്ച് ആണത്. അടിപൊളിയാണ്. പിന്നെ രണ്ടാമത് പിസ്സ. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റുമാണ്, സൂപ്പറാണ്.